ഹായ് ഹലോ അസ്സാം വലൈക്കും. അസ്ഫറുനിസ 27 എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് എത്തിയതിന് ശേഷം അവിടെ ഒരു പെങ്ങളെ വീട്ടിലേക്ക് പോയ വീഡിയോസാട്ടോ ഞാൻ പിന്നീട് ഇട്ടത്. പിന്നെ അവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത വീഡിയോസിലായിട്ട് കേട്ടോ. ആ വീട് എങ്ങനെയെന്നൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെങ്ങളെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ കുറേ ആടുകളുണ്ടായിട്ട് സ്വന്തം മക്കളെ പോലെ കേട്ടോ ഒരാടുകളെ പോറ്റിയത്. കുറച്ചുകൂടി വീഡിയോസ് ഉണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഇനി എപ്പോഴേയും പോകുമ്പോൾ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ കുറച്ച് വീടുകളാട്ടോ, അടുത്തടുത്തുള്ള വീടുകൾ. അവിടെ എല്ലാ വീട്ടിലും നല്ല പൂക്കളുള്ള ചെടികളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ. ആടുകളൊക്കെ നല്ല ഇണക്കമുള്ള ആടുകളായിരുന്നു കേട്ടോ അവിടെ ഉള്ളതൊക്കെ കണ്ടോ. നല്ല അടിപൊളി റോസാപ്പൂവ്, ചെമ്പരത്തി, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ എനിക്കറിയില്ല, പേരറിയാത്ത കുറേ പൂക്കളൊക്കെ ഉണ്ടായിന്. ഏതായാലും നല്ല റോട്ടിലൂടെ നടക്കുമ്പോഴൊക്കെ മനോഹരമായ കാഴ്ചകളേന്. ഇത് ജാതിക്കമരം കേട്ടോ. അധിക വീട്ടിലും ജാതിക്ക, പിന്നെ അതേപോലെ കരിവേപ്പന്മാരൊക്കെ ഉണ്ടായിന്. അതേപോലെ അവിടെ ഇങ്ങനെ പോരുമ്പോണ്ട് ഒരു വീട്ടിൽ ഇതൊക്കെ ചക്ക എത്ര തൂങ്ങി കിടക്കുന്നത്. ഒരു കുഞ്ഞു മരത്തിൻ്റെ മുകളിലാട്ടോ ഈ ചക്ക നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ കുറച്ചും കൂടി നല്ലൊരു ഇതിൽ കാണിച്ചു തരാം. വീഡിയോ കണ്ടോ. ഒരു ചെറിയ പ്ലാവിൻ്റെ മുകളിലാണ് ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിരിക്കുന്നത്. ഒരു കൗതുക കാഴ്ച തന്നെയാണല്ലോ. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അതും നമുക്ക് കൈ എത്തുന്ന ദൂരത്തിൽ പറിക്കാൻ പാകത്തിനുള്ളൊരു ചക്കയാണ് കേട്ടോ. കണ്ടിട്ട് വരിക്ക ചക്കയെന്ന് തോന്നുന്നു. ഇതെല്ലാം നല്ല മനോഹരം. ഇത് സ്വാമി വിവേകാനന്ദൻ്റെ ഫോട്ടോ ആട്ടോ. അവിടെ ഒരു ആൽമരത്തിൻ്റെ ഒരു സൈഡിലായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് വലിയൊരു ആൽമരം. പിന്നെ അധിക വീട്ടിലും കരിവേപ്പിൻ്റെ മരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഈ ആൽമരം കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ഇതൊക്കെ പിന്നെ കരിവേപ്പ് മരം കേട്ടോ. വലിയ മരങ്ങളാണ് എല്ലാ വീട്ടിലും ഉള്ളത് കേട്ടോ. ഇത്രയും പഴക്കമുണ്ട് കേട്ടോ ഈ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ. ഇത്രയും പഴക്കമുള്ള വീട്ടിലാട്ടോ താമസിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഉള്ള മനുഷ്യന്മാരെ പിന്നെ പേരക്കുട്ടികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ താമസിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം അടുത്തും കൂടി ഗവൺമെൻറ് ഇവിടെയുള്ള ആൾക്കാർക്ക് പട്ടയം കൊടുത്തതിന് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെ കേട്ടോ. റോഡൊക്കെ അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ടാട്ടോ. നമ്മളിവിടുത്തെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ പോലെയല്ല കേട്ടോ. അവിടുത്തെ റോഡൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എറണാകുളത്ത്. ഇത് എറണാകുളത്ത് ഒക്കൽ എന്നുള്ള സ്ഥലമാണ്. ഏതായാലും നല്ല പിന്നെ ഒരിതാ. അപ്പോൾ അവിടെ ഈ പിന്നെ ന്യൂ ഇയർ, ക്രിസ്മസ് ഒക്കെ എല്ലാ ആൾക്കാരും ഒത്തൊരുമിച്ചിട്ടാട്ടോ പരിപാടിയൊക്കെ. അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഒരുക്കിയിട്ട് അവിടെ വെച്ചിരുന്നത് അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നുള്ള വഴിയാട്ടോ. ഞാൻ അതിലേ നടന്ന് മക്കളൊക്കെ നേരത്തെ വീട്ടിലേക്ക് കയറിപ്പോയി. ഒരു പെങ്ങളെ വീട്ടിൽ ജസ്റ്റ് കയറി ഒരാരും വീഡിയോയിലൊന്നും എടുത്തില്ല കേട്ടോ. അവിടെ കയറി ചായയൊക്കെ കുടിച്ച് ആടുകളൊക്കെ കളിപ്പിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കുറച്ച് വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, ആടുകളെ കുറച്ച് വീഡിയോസ് ഉണ്ടായിന്. അജുവമോള് ആടിനെ കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എന്നാലേ നമുക്ക് ഈ ചാനലിൽ ചെറിയ കാര്യം ഏണിങ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ. അപ്പോൾ ഇതാ ഞങ്ങളൊരു പുതിയ മക്കളെ പുതിയ ഫ്രണ്ട്സിൻ്റെ വീടാട്ടോ. അപ്പുറത്തടുത്താട്ടോ ഉപ്പൻ്റെ വീട്. ഇപ്പം ഇമ്മയും താമസിക്കുന്ന വീട് ഇതാണ് കേട്ടോ. ഇപ്പൻ്റെ ബൈക്ക് ഇതാ അവിടെ നിർത്തിയിട്ട് മറ്റേ വണ്ടിയായിട്ട് ഇപ്പോൾ പോയിക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പിറ്റേത്തെ ദിവസം ഞങ്ങൾ ഇടുക്കിയേക്ക് പോയിട്ടോ. കാറ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇന്നലെ വീഡിയോയിൽ കണ്ടില്ലേ, കാറിൽ പോണ ആ കാറ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടുക്കി ഭാഗത്തേക്ക് പോയിട്ട്. തൊടുപുഴയാണ് കേട്ടോ ആ കാറുള്ള. അപ്പോൾ ഒരവിടെ റോട്ടിലുള്ള ഫ്രൂട്ട്സ് കട എല്ലാ സാധനങ്ങളും ആ കടയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ എറണാകുളം ജില്ല, ഇടുക്കി ജില്ല ഒരു യാത്രയിലൂടെ തന്നെ കാണാൻ പറ്റിട്ടോ. ആദ്യമായിട്ടാണ് ഇടുക്കി എറണാകുളം കാണുക. ഇപ്പം എനിക്കൊരു ചെരുപ്പ് വാങ്ങി തന്നതാണ് കേട്ടോ ഷോപ്പിൽ നിന്ന്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഇത് തൊടുപുഴ സ്റ്റാൻഡാണ്. അവിടെ ഞങ്ങൾ തൃശ്ശൂർക്കുള്ള വണ്ടി കയറണം. ഒക്കലേക്ക് ഇറങ്ങണമെങ്കിൽ 2 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അങ്ങോട്ട്. ഏതായാലും അവിടുത്തെ സ്റ്റാൻഡ്, തൊടുപുഴ സ്റ്റാൻഡൊക്കെ കണ്ട് പണ്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ തൊടുപുഴനെ പറ്റിയിട്ട്. തൊടുപുഴ എന്നുള്ള സ്ഥലം ഒരു ഫ്രണ്ട് പറഞ്ഞ അറിവാട്ടോ. ഞങ്ങൾക്ക് KSRTC ബസ്, തൃശ്ശൂർ ബസ് കിട്ടി.
അങ്ങനെ ഞങ്ങൾ ആ ബസ്സിൽ കയറി. അപ്പോൾ ഒരു സിസ്റ്റർ അജുവ നിൽക്കണ കണ്ടപ്പോൾ അജുവ മോളെ മടിയിലിരുത്തിയിട്ടോ ആ സിസ്റ്ററോട് ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അന്ന് രാത്രി ഒരു വാർഷിക പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ മഹല്ലത്തെ. അപ്പോൾ അതിൽ പങ്കെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ ഇൻഷാ അള്ളാ. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ബാക്കിയായിട്ടിട്ട്